സോ യെസ്, നമ്മളുടെ നൈറ്റ് ഇപ്പോഴും വളരെ 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 ചെറുപ്പത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങളും ഒരുപാട് ഉഗ്രൻ മ്യൂസിക് പെർഫോമൻസസും. എന്താ ഒന്ന് അമ്മയാവാൻ പറ്റുമോ? ഇത് ഒന്ന് അമ്മയാവാൻ പറ്റുമോ? എന്ത് വൃത്തികേടാണ് ഏട്ടാ ചോദിക്കണേ? അല്ല അതല്ല 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 ആ, ഇവിടെ എന്റെ ഭാര്യ എന്റെ മോളുടെ കല്യാണമാണേ. അപ്പൊ എന്റെ ഭാര്യ ഒന്ന് മിസ്സായി. അത് ഞങ്ങളെല്ലാരും കണ്ട്. അപ്പൊ കുറച്ച് സമയത്തേക്ക് എന്റെ കൊച്ചിന്റെ കൈ പിടിച്ചു കൊടുക്കുന്ന സമയം വരെ ഒന്ന് അമ്മയായിട്ട് നിൽക്കാൻ പറ്റുമോ? ചേട്ടാ, ഇത്രയും സുന്ദരിയും സുശീലയും സർവോപരി സൽഗുണ സമ്പന്നയുമായ എന്നെ കണ്ട, ഇത്ര യങ്ങായ എന്നെ കണ്ട ചേട്ടന്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ഈ മേക്കപ്പ് ഒന്ന് കഴുകി കഴിഞ്ഞാൽ കറക്റ്റ് ജോഡിയായിരിക്കും നമ്മള്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങളും കൂടിയല്ലേ? എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ. വെറുതെ അല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇട്ടേച്ച് പോയെ. അല്ല അങ്ങനെ പോലെ ഒറ്റ പ്രാവശ്യം നിന്നാ മതി. എനിക്കൊന്നും പറയാനില്ല കേട്ടോ, ഒന്ന് പോയേ. പോയിക്കോ. ഒരു അമ്മേനെ കിട്ടാതെ ഞാനിവിടെ ഒന്ന് പുഴുക്കുള്ളൂ. മോളുടെ കല്യാണം നടക്കണം. ആരെങ്കിലും ഉണ്ടാവും ഒന്ന് വരാൻ പറ്റിയ? അച്ഛന്മാരുടെ എണ്ണം കൂടില്ല, അമ്മമാരില്ല. ഇതാ ചെക്കനല്ലേ ഇത് ഇത്ര നേരത്തെ പോകുന്നത്? ഞാൻ നേരത്തെ പോന്നു. എന്റെ കൂടെ വരായിരുന്നവൊക്കെ 3 ബസ്സിലും 3 കാറിലുമായിട്ട് നേരത്തെ വിട്ടുപോയി. ഞാൻ കിട്ടിയ ട്രാൻസ്പോർട്ട് കയറി ഇങ്ങോട്ട് പോന്നു. അപ്പൊ എന്തായാലും വന്നതിന് സന്തോഷം. നമുക്ക് കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം. അല്ല, പെണ്ണ് കാണാനായിട്ട് എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. എന്താ പറഞ്ഞത്? അന്ന് ജോലി തിരക്കല്ലേ, നമുക്ക് ഓരോരോ ജോലി തിരക്കാണല്ലോ. കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ പെണ്ണിനെ ഒന്ന് വിളിക്കാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആ ബോറടി അങ്ങ് മാറും. അത് നന്നായി. പെണ്ണിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചു നേരം മാറി ഒരു കാര്യം അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. മോളെ ഇപ്പൊ വരൂ. ഇതെന്നെ ഇത് കൈവിട്ട കളി? അതല്ല കൈകൊട്ടിക്കളി. ഇവള് കൈകൊട്ടിക്കളിയുടെ മെയിൻ ആളാണ്. അതെ, ഞാൻ വേറൊന്നും കൊണ്ട് പറയില്ല. ഒന്ന് നോക്കിയേ, ഇവളുടെ അമ്മേനെ വാർത്തു വെച്ചേക്കേ. വാർപ്പൊക്കെ കൊള്ളാം, പക്ഷെ മേശരി വേറെ ആകായിരുന്ന മതി. അതെ, ഒരു കാര്യം ചെയ്യും, ഞാൻ അവിടെ പോയിട്ട് അമ്മേനൊന്നും തപ്പട്ടെ. അതിനടക്ക് നിങ്ങൾ സംസാരിക്കാനൊക്കെ സംസാരിക്കേ. ശരി, ഇതിനടക്ക കൈകൊട്ടിക്കളി കളിക്കല്ലേട്ടാ. എന്താ നോക്കുന്നേ? അല്ല, ഞാൻ ആദ്യമായിട്ട് ഇതേപോലെ ഒരു കത്തി വേഷം കാണുന്നത്. അല്ല, ഇങ്ങനത്തെ ഒരു വേഷം കാണുന്ന എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പഴയ ദൂരദർശനൊക്കെ വെക്കുമ്പോഴേ അതിൽ കുറെ ഈ അവതാരങ്ങൾ വരില്ലേ? അതായത് ജയ് ഹനുമാൻ, ശക്തിമാൻ, ചിത്രഗീതം, അതുപോലെ. അപ്പൊ എനിക്ക് പുരാണ പുരുഷന്മാരെ പോലെ ഒരു ഉത്തമ പുരുഷനെ വേണമെന്നായിരുന്നു എന്റെ സങ്കല്പം. എന്റെ സങ്കല്പം കേട്ടിട്ട് ചേട്ടൻ എന്ത് തോന്നുന്നു? നല്ല പ്രായമുണ്ടല്ലേ? അല്ല, പഴയ സാധനങ്ങളെല്ലാം കണ്ട ആളാണെന്ന് പറയുമായിരുന്നു. ഞാൻ ഇത് ഇച്ചിരി പോകുന്ന പ്രായത്തിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പഴേ തുടങ്ങി. കൊളാബ് ചെയ്തിട്ടുണ്ടോ? എന്നാ കൊളാബ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഒത്തിരി പേര് ശ്രമിച്ചു, പക്ഷെ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. കൊച്ചിന് ധൈര്യമായിട്ട് വിശ്വസിക്കാം, ഞാൻ ഇപ്പോഴും കന്യകനാണ്. പക്ഷെ ഞാൻ 4 പേരെടുത്ത് കൊളാബ് ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പാ? ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് 3 പേരോട് കൂടെ കൊളാബ് ചെയ്യാൻ. കല്യാണം കഴിഞ്ഞും കൊളാബ് ചെയ്യാൻ പോവോ? അതൊക്കെ മോശമാണ് കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യരുത്. അല്ല, ചേട്ടന് കൊളാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? പിന്നെ എനിക്കറിയാം, എനിക്ക് പശുവൊക്കെ ഉള്ളതാണ്. ഞാൻ മാസം 2-3 പ്രാവശ്യം പശുവിനെ കൊണ്ട് പോകുന്നതല്ലേ. അയ്യോ, അതല്ല. ഈ കൊളാബ് എന്ന് പറഞ്ഞാൽ നമ്മള് റീൽസ് ഒക്കെ ചെയ്യില്ലേ, നമ്മൾ ഷെയർ ചെയ്യുമ്പോ അതിങ്ങനെ കൊളാബ് ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുക. അതിനെയാണ് കൊളാബ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് വല്ലാതെ കാട് കയറി പോയി കേട്ടോ. ഇത് പറഞ്ഞു കൊളാബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നുമോ? ഒന്നും തോന്നിയില്ല. എനിക്ക് ഈ കല്യാണത്തിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. അതിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്നെ പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ ഈ രീതിയില്ലേ, പുതിയ ട്രെൻഡ്, അതിലൂടെ പോവാനാ ഇഷ്ടം. ഈ ലിവിങ് ടുഗദർ. മനസ്സിലായില്ല എന്താ സംഭവം? ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇഷ്ടമുള്ള കാലം ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടം പോലെ ജീവിക്കുക. ഇതൊക്കെ പണ്ട് കാലത്തും ഉണ്ടായിരുന്നു ഈ സംഭവമൊക്കെ, പക്ഷെ പേര് ഇതില്ലായിരുന്നു. പിന്നെ വെച്ചോണ്ടിരിക്കുക എന്നാണ് അതിന് അതാണ് സത്യത്തില്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാലോ നമുക്ക്? ഇപ്പോഴോ? അല്ല, നമുക്ക് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തുടങ്ങിയാലോ? മതി മതി മതി. അയ്യോ, തള്ളയുടെ ഒച്ചയാണല്ലോ അത്. എനിക്ക് നല്ലൊരു മുത്തശ്ശിയുണ്ട്, പക്ഷെ ഭയങ്കര പ്രശ്നക്കാരിയാ. ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് കല്യാണത്തിന് പോകുന്നത്. അയ്യോ, മുത്തശ്ശിയുണ്ടോ? എനിക്ക് മുത്തശ്ശിയുണ്ട്. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും കാണുമോ തള്ള? കെട്ട് പൊട്ടിച്ചങ്ങാണ്ട് വന്നതാ. എവിടെയത്? ഒന്നാം നല്ലൊരു ശ്രീലങ്ക
കവുങ്ങ് അങ്ങനെ ഇല വിരിച്ചാടണ പാക്കവുങ്ങ് പാക്കവുങ്ങിൻ തല പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. മേളിൽ കയറി നിൽക്കുന്നു മതിന്റെ. അയ്യോ കൊണ്ട് ഞാൻ മടുത്തല്ലോ. ഇവൻ എന്റെ പുറകെ കിടന്ന് എന്തിനാണ് ഈ കറങ്ങുന്നത്? എന്റെ ദൈവം നമ്പുരാൻ, ആയ കാലത്ത് എന്റെ പുറകെ നടക്കാൻ ആരും വഴങ്കഞ്ഞിയാന്ന് തോന്നുന്നു ഇവന് ഇഷ്ടം കേട്ടോ. അല്ല പിന്നെ ഇവൻ എന്റെ പുറകെ നടക്കുവാണോ? എന്റെ ദൈവമേ, ഡീ കൊച്ചേ, നീ ഇതുവല്ല അറിഞ്ഞായിരുന്നോ? ഡീ അയ്യോ, ഭയങ്കര വിഷയം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളെയൊക്കെ കല്യാണം വിളിച്ചതാണോ? കല്യാണം വിളിച്ചായിരുന്നോ? അയ്യോ, ഇത്താ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എൻ്റെ ഇത്താ ഒന്നും പറയണ്ട, ഭയങ്കര വിഷയം നടക്കുമായിരുന്നു. ഞാനാണ് റേഷൻ കടയിൽ പോയിട്ട് വരുമായിരുന്നു. അന്നേരം ഞങ്ങളുടെ അപ്പുറത്തെ ഇവിടെ കേക്കറ്റി അങ്ങോട്ട് തരും. അവിടെ എന്നാ കാണാൻ എന്നെ കിഴങ്ങിയിരിക്കുവാണ് അവിടെ. ഞാൻ പറയുന്നത് അതില്ലാടാ. ഞാൻ അവിടെ പൂട്ടിയിട്ട തള്ളി അവര്. ഞാനൊരു കാര്യം പറയട്ടാ കൊച്ചേ. എന്നാ പറയാനേ നീ? ഞാൻ ഈ പുള്ളിയെ കെട്ടി ഇവിടെ ഞാനും താമസിക്കട്ടെ, ഇവൻ വിടുവല്ലേ? തള്ള നിങ്ങൾ വീട്ടിൽ പോകാനല്ലേ പറഞ്ഞു? അല്ല പിന്നെ ഞാൻ കൊച്ചാ, നിനക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമല്ലേ? ബിരിയാണി ഞാൻ അവിടെ പോയി ബിരിയാണി പൊതിഞ്ഞ് നിങ്ങളുടെ വീടിന്റെ വാതൊക്കെ കൊണ്ടുവെക്കാം. ഇങ്ങോട്ട് വരരുത്, മണ്ഡപത്തിൽ നിങ്ങൾ വരരുത്. തള്ളേ പറഞ്ഞേക്കാം, ഇങ്ങോട്ട് വരരുത് നിങ്ങൾ. എന്റെ ഞാൻ ഇവളെ അങ്ങനെയല്ല ഞാൻ വളർത്തിയത്. ഇവന് നീര് കേൾക്കണോടി, നിങ്ങൾ വള്ളിക്കാർക്ക് അറിയായിരിക്കും. ഞാൻ ഇവന് ഇടാൻ ഡ്രസ്സ്, ഇവന് കഴിക്കാൻ ആഹാരം, അവന് വണ്ടിയാ പോകാനുള്ള പെട്രോള്, ഇതെല്ലാം മേടിച്ചു കൊടുത്ത് പോത്തിനെ പോലെ വളർത്തി കഴിഞ്ഞപ്പോ അവൻ എന്നോട് ചോദിക്കുവാണേ, നിങ്ങളേതാ, നിങ്ങൾ ആരാ, നിങ്ങൾ എവിടുന്നാ വരുന്നെന്ന്. അവൻ മനസാക്ഷി ഉള്ളവനാണ്. ആ വർത്താനം എന്നോട് പറയൂ. എന്നതൊക്കെയാ തള്ളേ നിങ്ങൾ അവിടെ കിടന്ന് വിളിച്ച് പറഞ്ഞ? നിങ്ങൾ വീട്ടിൽ പോതള്ളേ. എല്ലാരെയും അവൻ കല്യാണം വിളിച്ചടി. ഈ ചെല്ലാവച്ച് ആ നാറ് കല്യാണം വിളിച്ചില്ലടി. അവൻ മുഴുത്തയാവുള്ളൂ. ഞാൻ അവിടെ വരെ പോയച്ചും പറഞ്ഞ കേട്ടോ. തങ്ങളെ തള്ളേ നല്ല തള്ളേ, ഇങ്ങോട്ട് വന്ന് ഈ കല്യാണം മുളക്കരുത് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ തന്തയില്ലാത്തവനാണ്. ഇവൻ പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ. ഈ തിരൂരുകാർക്ക് മുഴുവനും അറിയാം അവൻ വെറും തന്തയില്ലാത്തവനാണ്. പിന്നെ അവൻ എന്നെ കല്യാണം വിളിക്കല്ലായിരുന്നു. ആ തള്ള എന്തെങ്കിലും പറഞ്ഞു? എന്റെ പൊന്നു കൊച്ചെ, എന്നെ പ്രസവിച്ച ഉടനെ എന്റെ അമ്മ മേപ്പോട്ട് പോയി. പിന്നെ ഇവന്റെ അമ്മ ഹൈഡ്രജൻ ബലൂൺ അല്ലായിരുന്നോ മേലോട്ട് പോകാൻ വേണ്ടിട്ട്? പോയിട്ട് വരട്ടെ കേട്ടോ. ഇങ്ങോട്ട് വരരുത്, ഇങ്ങോട്ട് കയറരുത്, ഇങ്ങോട്ട് കയറരുത്. നിങ്ങള് എല്ലാം നശിപ്പിക്കുമല്ലോ ഈ തള്ള. പ്രായമുള്ള തള്ള ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. അയ്യോ, എന്റെ അമ്മയുടെ പ്രായമുണ്ടല്ലോ ഇവക്ക്. ഞാൻ വന്നതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ എന്നെ കല്യാണം വിളിച്ചില്ല, അത് പോട്ടെ. പറയുമ്പോ നമ്മളെല്ലാം പറയണോ? പറയണം. ഇവിടെ വീട് എവിടാ? ഇവിടെ വീട് ആ സ്കൂളിന്റെ മുകളിലായിട്ട് വരും. ഏത് സ്കൂളിന്റെ? ആ കടന്ന് LP സ്കൂളിന്റെ മുകളിലായിട്ട് വരും. പിന്നെ ഇവളെന്ന് പറഞ്ഞ പ്രാവല്ലേ LP സ്കൂളിന്റെ മേളിൽ കയറി താമസിക്കാൻ വേണ്ടി. എന്റെ നല്ല ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ അതല്ല ചോദിച്ചത്. ഒരു പെണ്ണിനെ വീട്ടിലോട്ട് വിളിച്ചോട്ട് വരാൻ നേരത്ത് നമുക്ക് സാമ്പത്തികം വേണോ? അന്നേരം ഫാത്തിമയത്തോടെ മുഖം അങ്ങോട്ട് ചുളുങ്ങി. നിങ്ങൾ സ്ത്രീധനമാണോ ഉദ്ദേശിച്ചത്? സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ ശിക്ഷാർഹമാണ്. അത് തെറ്റാണ്, വാങ്ങിക്കാൻ പാടില്ല. അപ്പൊ വലിപ്പിച്ചു എന്ന് പറയാം. വലിപ്പിച്ചൊന്നുമില്ല. ഇവിടെ അച്ഛനുണ്ടല്ലോ, പുറകിൽ മൊത്തം റബ്ബറാ. പിന്നെ ഇവിടെ അച്ഛൻ റൂളി പെൻസിലല്ലേ പുറകെ റബ്ബർ കൊണ്ട് നടക്കാൻ വേണ്ടി. ഇത് എന്നാ തന്നെ എന്റെ തള്ള. നിങ്ങൾ വീട്ടിൽ പോതള്ളേ. ഈ തള്ളയുണ്ടല്ലോ എവിടെ വന്നാലും എന്റെ കല്യാണം പടക്കും. ഇവൻ ചെയ്തതുണ്ടല്ലോ, നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. ഒരു കാലത്ത് ഞാൻ കൊടുത്തില്ല. ഈ തള്ളയുണ്ടല്ലോ, ഈ തള്ളയാണ് എന്റെ. നിങ്ങൾ പോതള്ളേ, വീട്ടിലേക്കാനും പോകും. തള്ളയോട് പറയാൻ മേലാത്ത അവൻ പറഞ്ഞു എന്നെ ഇറക്കി വിടുക. എത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ പോവാ. അവിടുന്ന് കല്യാണത്തിന് ഞാൻ പോവാ. അയ്യോ പോവല്ലേ? നിങ്ങൾ ചെല്ല് അങ്ങോട്ട് ചെല്ല്, വീട്ടിൽ ചെല്ല്. ഈ കല്യാണം നടത്തി കഴിഞ്ഞിട്ട് പെണ്ണിനെ ആയിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്റെ തല ഇങ്ങോട്ട് കയറുന്നല്ലേ? ഇതെന്നെ മെനുകെട്ട പരിപാടി കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ 10 ആള് കൂടുന്നിടത്ത് മാന്യമായി ഡ്രസ് ഇട്ടോണ്ട് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ? ഇവൻ അമ്മച്ചി 2 പീസുള്ള ഉടുപ്പിട്ടോട്ട് വന്നപ്പോ അവന് മേല കാണാൻ മേല. മറ്റേ ടിവിക്കകത്തൊക്കെ ഓരോരുത്തർ റീൽസൊക്കെ കാണത്തില്ലേ? അതിനകത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കടയുടെ ഭാഗത്ത് ഓരോ പെണ്ണുങ്ങൾ വരുമല്ലോ. പുള്ളി അവിടെ അങ്ങ് ഉറക്കമാണ് അവിടെ.
കഴിഞ്ഞ ദിവസം 3 പോലീസുകാരാണ് ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. ഞാനത് അവിടെ പാല് കൊടുക്കാൻ പോയതാ. ആ കാര്യമായി പറഞ്ഞത്. ചേട്ടാ അല്ല, നിങ്ങൾ മുട്ടടിക്ക്, നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ ചോദിച്ചാ തന്റെ തള്ളയും വല്ലതും ഉണ്ടോ ഈ പെണ്ണിന്? നീ ആരാ വഴിയാധാരം വെക്കാൻ വേണ്ടിട്ടായിരിക്കുന്നത്? തന്റെ തൊള്ള ഉള്ളതൊക്കെയാ. തന്റെ യൂണിയൻ ഞാൻ ചോദിക്കട്ടെ. പെണ്ണിന്റെ അച്ഛനെങ്കിൽ വന്നേ. അച്ഛാ ചോദിക്കേണ്ട കാര്യം നമ്മൾ ചോദിക്കണ്ടേ? മുഹൂർത്തായില്ലേ? മുഹൂർത്തായി കെട്ടാൻ സമയമായി. ഇതെന്താ സാധനം ഇത്? ഇത് പെണ്ണിന്റെ അച്ഛനാ. ഞാൻ വെല്ലുമിച്ചാ ഞാൻ. ഞാനോർത്ത ഏതോ മുനിയാന്ന്. അല്ലല്ല, ഇതെന്റെ സ്റ്റൈലായത്. ഞാൻ ചോദിച്ചോട്ടെ, ഇത് നിങ്ങൾ വല്ല അറിഞ്ഞിട്ടാണ് ഇവനെ കല്യാണം കഴിപ്പിച്ചു? പിന്നെ നല്ല നാദര ചെക്കനല്ലേ? ചെറുക്കനല്ലേ? പറച്ചിൽ കേട്ടാത്തൊന്നും നല്ല ചെക്കനാണ്. ഇവന് വിദ്യാഭ്യാസം ഉണ്ടോ നിനക്ക്? ഇല്ല. നിന്നെ ഏതെങ്കിലും വീട്ടിൽ കയറ്റുവോ? ഇല്ല. ഏതെങ്കിലും പെണ്ണുങ്ങളുള്ള വീട്ടിൽ നിന്നെ കയറ്റുവോ? ഇല്ല. ഇവന്റെ കല്യാണക്കുറി കാരണം ഇവൻ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നവൻ ഒറ്റയ്ക്കാ വന്നത്. കാര്യം എന്നാ, ഇവന്റെ കല്യാണക്കുറി എഴുതി കൊടുത്തത് അത് 10 വരി വായിച്ചിട്ട് നാണം കെട്ടിറങ്ങുമായിരുന്നു. ആ കല്യാണക്കുറി ഞാൻ ഇവരെ ഒന്ന് കാണിക്കട്ടെ. കാണിക്കരുത്. തിരൂരുകാര് കാണണം. അമ്മ ഇത് കാണിക്കരുതാ പറഞ്ഞത്. മുത്തച്ഛി ഇത് കാണിക്കരുത്. പുള്ളി കാണിച്ച് എന്റെ കട്ടിയാണ് ഇതാ കിടക്കുന്നത്. നിങ്ങളൊന്ന് കാണിക്കേ. ഇതൊക്കെ ഇവന്റെ കുഴപ്പം. ഇതൊക്കെയാ ഇവന്റെ കുഴപ്പം. അപ്പൊ നീ വലിച്ചു കയറി കളഞ്ഞു. ഞാൻ വലിച്ചു കളഞ്ഞു. അല്ല, എന്തായാലും നമുക്ക് കല്യാണം നടക്കണ്ട. മുഹൂർത്തായി പോവാം. മുഹൂർത്തായി. നമുക്ക് കല്യാണത്തിന് പോവാം. ഒരു സെക്കൻഡ്, ഒരു ഫോൺ വന്നേ. ഹലോ. ഹലോ. ഓ എടാ, നീ ഇന്നലെ ഇവിടുന്ന് ലോട്ടറി എടുത്തില്ലായിരുന്നു നമ്മുടെ കവലേന്ന്? ആ ലോട്ടറിക്കാണ് 1ാം സമ്മാനം അടിച്ചിരിക്കുന്നത്. ആണോ? 1ാം സമ്മാനം നിനക്കാ. അയ്യോ, 1ാം സമ്മാനം 70 ലക്ഷം രൂപ എനിക്കാണ് അടിച്ചിരിക്കുന്നത്. അതെ അതെ, കേക്ക് തള്ളേ. 1ാം സമ്മാനം 70 ലക്ഷം രൂപ ലോട്ടറിക്ക് എനിക്കാണ് അടിച്ചിരിക്കുന്നത്. അടിച്ചിട്ടുണ്ട്. എല്ലാരും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ചെലവ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആ ലോട്ടറി എന്തിയെ? ലോട്ടറി ഞാൻ അലമാരിയുടെ മേളിൽ എന്റെ കല്യാണം കുറിക്കകത്ത് വെച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ആ കല്യാണക്കുറി ലോട്ടറി കൂടെ വലിച്ചു കയറി ഞാൻ കളഞ്ഞേക്കുന്നത്. അയ്യോ, ഇതിന്റെ അകത്തായിരുന്നു എന്റെ ലോട്ടറി. അത് രണ്ടും കൂടെ അതിന്റെ ലോട്ടറി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ നാറിയെ നിങ്ങൾക്ക് ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? അല്ല, ഇത് ഒട്ടിച്ചിട്ട് വേണം ശരിയാക്കി. മോളെ, ഇതുപോലെ പഠിപ്പില്ലാത്ത വിവരമില്ലാത്ത വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെ മോക്ക് വേണോ? അയ്യോ വേണ്ട അച്ഛാ, എനിക്ക് വേണ്ട. അല്ല, അങ്ങനെ പറയല്ലേ. ഞാനിപ്പോ എല്ലാം ഒരുങ്ങി വന്നു പോയില്ലേ. അയ്യോ വേണ്ട, എനിക്ക് എന്റെ ബെസ്റ്റ് ഉണ്ട്. ബെസ്റ്റിയാ? ആ, ഒരു പക്ഷേ ഈ കല്യാണം മുടങ്ങുകയാണെങ്കിലേ നമ്മുടെ കയ്യിലൊരു സ്റ്റെപ്പിനുള്ളത് നല്ലതല്ലേ അച്ഛാ? എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ബെസ്റ്റി ചേട്ടാ. അയ്യോ. ഇതാണ് എന്റെ ബെസ്റ്റി. ആ 4 മാസം കൂടെ കഴിഞ്ഞാ അച്ഛനൊരു കുഞ്ഞു വാവയും കൂടെ കിട്ടും. അയ്യോ. ഞാൻ പറയാം. ശരി, ആ 10ലേക്ക് പോ. അവൾ എന്നാ പറഞ്ഞിട്ട് പോയത്? മാസം കഴിയാൻ നേരത്തെ ഒരു കൊച്ചും കൂടെ കിട്ടുമെന്നോ? വല്യമ്മച്ചി, എന്നാ മോനെ? ഈ കൊച്ചു കേരളത്തിൽ എന്നാക്കിയാ വല്യമ്മച്ചി നടക്കുന്നത്? എടാ, ഇവിടെ 2 വലിയ സത്യങ്ങൾ ഇവിടെ നടന്നു. എന്നാ സത്യങ്ങള്? അതായത് നീ എടുത്ത 2 ലോട്ടറി ഇല്ലേ, അത് അടിച്ചതായിരുന്നു. മനസ്സിലായില്ല. ഒന്ന് നീ കീറിക്കളഞ്ഞ ആ ലോട്ടറിയും, ഇത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയ ലോട്ടറി ഇല്ലേ അത്. അയ്യോ, അപ്പൊ ഞാനിനി എന്നാ ചെയ്യും? ഒരമ്മ എങ്ങനെ ഒരു മോഹന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വർത്താനം പറയുന്നല്ലേ? എടാ കൊച്ചാ, ആ പാട്ടൊന്നും ഇട്ടാ, അമ്മച്ചി അങ്ങ് പോട്ടെ. അയ്യ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഹായ് ഇടുക. ഞാനൊക്കെ